നമ്മളൊരു 3-4 മന്ത്സ് മുന്നേ വേറൊരു ചാനലിന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക്, അതായത് വീട് വെക്കുന്നത് അല്ലെങ്കിൽ വീട് വാങ്ങുന്നത് ഭൂമിയിൽ പൈസ കുഴിച്ച് വെക്കുന്നത് പോലെയാണെന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ക്യാപ്ഷൻ അവർ കൊടുത്തിട്ട് അതിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ മാത്രമാണ് ഈ ക്യാപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ പറഞ്ഞ വീഡിയോ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തതെന്ന് മാത്രം, മണ്ണിൽ പൈസ കുഴിച്ച് വെച്ചതുപോലെയാണ് വീട് വാങ്ങുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ. ആ ക്യാപ്ഷൻ കണ്ടോടുകൂടി ഒത്തിരി പേരത് കണ്ട് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചത്, അതിനകത്തൊരു കമൻറ്റ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ പിന്നെന്താ മരത്തിൽ താമസിക്കണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആ പറഞ്ഞതിൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിച്ചത്. അതായത് ലോൺ എടുത്ത് അവരവരുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കാതെ, അല്ലെങ്കിൽ നാളെ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ റീപേ ചെയ്യും എന്നുള്ള പ്രോപ്പർ അനാലിസിസ് നടത്താതെ നമ്മൾ ലോണുകൾ എടുത്ത് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. അല്ലാതെ വീട് വാങ്ങണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ വേണ്ടി കോട്ടയത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൻറ്റിയോട് സംസാരിക്കുമ്പോഴത്തേനും ഇതേ വീഡിയോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നെ ചോദിക്കുക, അപ്പോൾ ഒരു ഷെൽട്ടർ വേണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത്. അവർ റിട്ടയർ ചെയ്ത് ഇപ്പം വളരെ ആക്റ്റീവായിട്ട് ജോലി മീൻസ് സർവീസിലുണ്ടായിരുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയല്ല. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ എക്കോണമിയെക്കുറിച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് ഏജൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ന്യൂസെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. അത്രയും ഇൻഫർമേറ്റീവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ടാണ് ആൾക്കാർ എടുത്തത്. എന്നാൽ പോസിറ്റീവായിട്ട് എടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. കാരണം വീട് വാങ്ങണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കറിയാവുന്ന, നമുക്ക് എവിടെയാണ് എന്താണെന്ന് പറയുന്നില്ല, എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവർ നേരത്തെ ഉണ്ടായിരുന്ന വരുമാനത്തിനനുസരിച്ചിട്ടല്ല അവർ ജീവിച്ചിരുന്നത്. അവരുടെ വരുമാനത്തിലധികം ചിലവാക്കി, വരുമാനത്തിനേക്കാൾ കൂടുതൽ കടമൊക്കെ മേടിച്ച് ചിലവാക്കി. ഇപ്പം ആരിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുമോ അതെല്ലാം കടമൊക്കെ മേടിച്ച് ഇപ്പോൾ ആ വീട് പിന്നെ ബാങ്കിൽ ലോൺ എടുത്ത് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്രമാണമൊക്കെ അവിടെ ബാങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വീട് ഏത് സമയത്തും വിറ്റ് അവരുടെ ലോണ് കടച്ച് സെറ്റിൽ ചെയ്യേണ്ട അവസ്ഥയിലാണ് അവർ. അപ്പോൾ ലോണ് പ്രോപ്പറായിട്ട് അടയ്ക്കാനായിട്ട് അവരുടെ ഒരു വരുമാനം, ഒരു ക്യാഷ് ഫ്ലോ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അവർ ആ വീട് വിൽക്കേണ്ട ഒരു സിറ്റുവേഷനില്ല. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിക്ക് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീട് വിൽപ്പനയ്ക്കെന്ന്. അപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്കെന്നുള്ള, സ്വന്തം വീട് വിൽപ്പനയ്ക്കെന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ സ്വന്തം വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ഒരു തോന്നലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ചത് ഇതൊക്കെ കണ്ട് അങ്ങനെ പല പല സിറ്റുവേഷൻസിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ട്. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ, വീട് ജപ്തി എന്നുള്ള നാണക്കേടിൽ ഒരുപാട്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് തന്നെ എനിക്ക് ഏറ്റവും അടുത്തൊരു ഒരാൾ ഇതുപോലെ സൂയിസൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബാഡ് ലോൺ ഇപ്പം അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഫിനാൻഷ്യൽ ലിറ്ററസി വേണം എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. പക്ഷെ അത് ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. അത് വേറൊരു ചാനലിലത് ആ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. അവർക്കത് നന്നായിട്ടത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം നമ്മളതുപോലെ ഒരു പബ്ലിക്കിനൊരു നല്ലൊരു ഉദ്ദേശത്തിനാണ് അത് ചെയ്തു കൊടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ കടം മേടിക്കുമ്പോൾ ഈ കടം നമ്മൾ എങ്ങനെ അടച്ചു തരും, നാളെ നമുക്ക് ജോലി ഉണ്ടാവുമോ, ജോലി ഇല്ലെങ്കിൽ നമ്മളിതെങ്ങനെ ഈ ലോണ് ഇത് ചെയ്യും. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ താഴെ കൊണ്ടുവരാൻ ആർക്ക് താല്പര്യമില്ല. ഇന്നിപ്പം മേഴ്സിഡസിൽ പോകുന്ന ഒരാളിന് അടുത്ത ദിവസം ഒരു 2 വീലറെ പോകാനൊരു മടിയായിരിക്കും. കാര്യം കാർ വിറ്റു, ലോൺ എടുത്ത് വാങ്ങിയ കാറായിരുന്നു, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റിയിൽ പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് താഴെ പോകും. നാച്ചുറലി അവരുടെ ഒരു മാനസികാവസ്ഥയും അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വന്ന് പോവാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ സൈക്കോളജി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചില ഡിബേറ്റിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ചില വെബിനാറിലും കേൾക്കാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നിട്ട് മെൻ്റലി ഡിപ്രഷൻ വന്ന് ആകെ വീക്കായി പോയ. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ മണ്ണിൽ പൈസ കുഴിച്ച് വെച്ചതുപോലെയാണ് വീട് വാങ്ങുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഈ ലോൺ എടുത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ആ വീട് നമ്മൾ ലോൺ എടുത്ത് വെച്ച വീടാണ്, അതിൽ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിനുള്ള റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും ഓക്കെ, ഇപ്പോൾ 2-3 വീട് വാങ്ങാനുള്ള പൈസ എത്തിയിട്ട് ഒരു വീട് വാങ്ങണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്നാൽ 3 വീടൊക്കെ വാങ്ങാനുള്ള അവസ്ഥ എത്തുമ്പോഴത്തേക്കും ഞാൻ മൂത്ത് നരച്ച് കുഴി പണ്ട് ജഗതി പറഞ്ഞ പോലെ മൂത്ത് നരച്ച് കുഴി പോകത്തേ ഉള്ളൂ, സമ്പാദിച്ചിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെയല്ല, നമുക്കൊരു ഷെൽട്ടർ വേണം.
ശരിയാണ്. പക്ഷേ അപ്പോഴും നമ്മളിത് എങ്ങനെ റീപേ ചെയ്യുന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രോപ്പർ അസസ്മെൻറ്റ് നടത്തി എന്നും ചെയ്യാനായിട്ട് ഒരു റീസണബിൾ ബഡ്ജറ്റ് ചെയ്യുക. അല്ലാതെ മറ്റുള്ള ആൾ ചെയ്തത് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ്, അതാ പറയുന്നത്, ഈ ചില ആൾക്കാർ വന്ന് തള്ളി മറിക്കുന്നത് കണ്ടിട്ടൊക്കെ നമ്മളും തള്ളി മറിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കുടുങ്ങി പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എനിക്കിത് റീപേ ചെയ്യാൻ പറ്റുമോ, ടൈമിൽ അടച്ചു തീർക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അങ്ങനെ ലോൺ എടുത്ത് വീട് വെക്കരുത്. എന്തിനാണ് ലോൺ എടുത്ത് തന്നെ വീട് വെക്കുന്നത്? വാടകയ്ക്ക് താമസിക്കാൻ എന്താ കുഴപ്പം? ഇപ്പം ചില ആൾക്കാർക്ക്, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കേസ് മാത്രം പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരിൽ മോർ ദാൻ 50% ആൾക്കാരും ഇവിടെ വന്നവരല്ലേ. ആദ്യം അവർ വാടകയ്ക്കായിരിക്കില്ലേ താമസിച്ചിട്ടുണ്ടാവുക. പിന്നീട് എപ്പോഴോ അവർ ലോൺ എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിലൊക്കെ ജോലി കിട്ടിയതിന് ശേഷമൊക്കെ ആയിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക. ചില ആൾക്കാർ അങ്ങനെ ലോൺ എടുത്ത് വെച്ച വീട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ നിവൃത്തിയില്ല. വാങ്ങാൻ നല്ല എളുപ്പമായിരുന്നു, പക്ഷേ വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും വിൽപ്പനക്കാരാണ്. നമുക്ക് വാങ്ങാനായിട്ട് പറ്റും, പക്ഷേ വിൽക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്ന വില കിട്ടില്ല, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള റീസണബിൾ വില പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. അപ്പം അത് നമുക്ക് ഈ ടൈമിൽ ഒരു ലിക്വിഡിറ്റി തരുന്ന ഒരു സാധനമല്ല ഒരിക്കലും ലാൻഡ്, ബിൽഡിങ്, ഇങ്ങനത്തെ അസറ്റ്. ഗോൾഡ് ആണെങ്കിലും ഓക്കെ, FD ഓക്കെ. ചിട്ടീനെ കുറിച്ച് പറയാൻ, ചിട്ടിയാണെങ്കിൽ കൊടുത്ത പൈസ തിരിച്ച് നല്ല വലിയ ലാഭമൊന്നും അതിനകത്ത് ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെന്താ, നമ്മൾ ഈക്വിറ്റിയിൽ ശരിക്കും റിസ്ക്കും ഉണ്ട്, റിവാർഡും ഉണ്ട്. എല്ലാ അസറ്റ് ക്ലാസ്സിലും ഇതുപോലെ ഉണ്ട്, പക്ഷേ ഓരോന്നിനും ലിക്വിഡിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മണ്ണിൽ പൈസ കുഴിച്ച് വെക്കുന്ന പോലൊക്കെ തന്നെയാണ് പറഞ്ഞ വീട് വാങ്ങുന്നതെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരികയാണ് എനിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് തന്നെ ഇടാനായിട്ട് ഉദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീടിന് നമ്മൾ പെയിൻ്റ് അടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സാധനങ്ങൾ കേടായി, ഇത് കേടായി, പ്ലംബറെ വിളിച്ചുകൊണ്ട് പോവുക, പെയിൻ്റ് അടിച്ചതാ, അങ്ങനെ എന്തെല്ലാം പണികൾ ചെയ്യണം ഓരോ തവണ. വീട് എന്തെങ്കിലും തിരിച്ചു തരുമോ, ഓരോ സന്തോഷം തരും. വീട്ടിൽ സന്തോഷത്തോടെയാണ് ലോൺ എടുത്തിട്ട് താമസിക്കാൻ പറ്റുക. എല്ലാവർക്കും അങ്ങനെ പറ്റാറുണ്ടോ? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കാം, പക്ഷേ തിരിച്ചിങ്ങോട്ടൊന്നും തരത്തില്ല. അതുകൊണ്ട് മിനിമം രീതിയിൽ അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ട് അതുപോലെ ചെയ്യാം, അതുപോലത്തെ ഒരു വലിയ വീട് വയ്ക്കാൻ തോന്നിയാൽ നമ്മൾ കുടുങ്ങത്തേ ഉള്ളൂ.